ഹലോ ഗൈസ്, സ്റ്റാറിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 2 മുട്ട, 4 സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമാണ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ, കടുക്. ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ 3 സവോള സ്ലൈസായിട്ട് അരിയാനും 1 സവോളയും 1 പച്ചമുളകും കൂടെ ഈ മുട്ടയ്ക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഏകദേശം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് സ്ലൈസായിട്ട് അരിഞ്ഞ 3 സവോള, പച്ചമുളക്, ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ സവോളയും പച്ചമുളകും കൂടെ, പിന്നെ എൻ്റെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിൻ്റെ കൂടെ ലേശം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയും ഈ അരിഞ്ഞു വെച്ചതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഏകദേശം ഞാനതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പാലപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായതിന് ശേഷം ഈ മുട്ട ഒഴിക്കാം. അപ്പോൾ ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഞാനിവിടെ 3 മുട്ട കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 മുട്ടയും കൂടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, കാരണം അത് കുഞ്ഞിന് വേണ്ടിയാണ്. അത് പച്ചമുളക് ഇടാതെ വെച്ചിരിക്കുവാണേ. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ഇനി ഇതിനകത്തോട്ട്, അപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്, ഇതിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടാൻ തുടങ്ങി കേട്ടോ. ഇത് നമ്മുടെ മുഖത്തോട്ടൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പ്ലേറ്റ് മൂടി വെക്കാൻ പോവാണേ. ഏകദേശം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു യെല്ലോ ഷെയ്ഡ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഏകദേശം മൊരിയാറാവുന്നവരെ. നമുക്കൊന്ന് കരിഞ്ഞു പിടിക്കാതിരിക്കാൻ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട് സവോള ഇട്ട് കൊടുക്കാം. ഈ സവോളയ്ക്കകത്ത് ഉപ്പിട്ട് ഒന്ന് ഞെരടി വെച്ചതാണ്, പെട്ടെന്ന് വേകാൻ അത് എളുപ്പമാണ്. അപ്പോൾ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിക്ക് കരിഞ്ഞു പിടിക്കത്തില്ലേ.
അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു സവോള ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇനി പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആ മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നവരെയും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എൻ്റെ കയ്യിൽ നിന്ന് സ്വല്പം മുളക് പൊടി തറയിൽ പോയായിരുന്നു, അപ്പോൾ അതാണ് അവിടെ കിടക്കുന്നത്. അപ്പം നമുക്കിനി അതിൻ്റെ അകത്തോട്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് അതിൻ്റെയും കൂടി ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പച്ചമണം മാറി വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. വറ്റാനല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആ ഈർപ്പം ഒന്ന് മാറി കിട്ടട്ടെ. ചെറുതായിട്ടൊന്ന് വരണ്ടാൽ മതി. അപ്പോൾ ഏകദേശം വരണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മുട്ട ഇട്ട് കൊടുക്കാം. അത്ര ഭംഗിയായിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട, കാരണം ഇതെല്ലാം കുത്തിപ്പൊട്ടിക്കാനുള്ളതാണേ. കുത്തിപ്പൊട്ടിക്കുമ്പോൾ ഉള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുട്ടയുടെ ഫ്ലേവർ ആ ഗ്രേവിക്കകത്തോട്ടും ആ ഗ്രേവിയുടെ ആ ഫ്ലേവർ മുട്ടയ്ക്കകത്തോട്ടും ഇറങ്ങും. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറി വെച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്കിതൊന്ന് കുത്തിപ്പൊട്ടിക്കാം. എനിക്കിതിനകത്ത് പച്ചമുളക് ഇടുന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനൊരു പച്ചമുളക് ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ഫ്ലേവർ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ എല്ലാ കറികളിലൂടെയും പച്ചമുളക് ഇടാറുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് അപ്പം ഞങ്ങളുടെ വൈകിട്ടത്തെ ഊണിനുള്ള കറി റെഡിയായി വന്നിട്ടുണ്ട്. ബൈ.